വിവാഹിതയായ സ്ത്രീയെ വിവാഹ വാഗ്ദാനം നൽകി ബലാത്സംഗം ചെയ്തുവെന്ന പരാതി വിശ്വസിക്കാനാവില്ലെന്ന് സുപ്രീം കോടതി. നിരന്തര ബലാത്സംഗമുണ്ടെന്ന വാദം നിലനിൽക്കില്ലെന്നും കോടതിയുടെ നിരീക്ഷണം. ഛത്തീസ്ഗഡ് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ് റദ്ദാക്കിയാണ് സുപ്രീം കോടതിയുടെ വിധി. പി ആർ സുനിലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. പി ആർ സുനിൽ, സുപ്രധാനമായ വിധിയാണ്. നേരത്തെ സമാനമായ രീതിയിലുള്ള വിധികൾ പല ഹൈക്കോടതികളും പുറപ്പെടുവിച്ചിരുന്നു. വിവാഹ വാഗ്ദാനം നൽകി വിവാഹിതയായ സ്ത്രീയെ പീഡിപ്പിച്ചു എന്ന് പറയുന്നതിനകത്തൊരു യുക്തിയില്ല എന്നുള്ളതാണ്, അത് വിശ്വസിക്കാൻ കഴിയില്ല എന്നുള്ളതാണോ സുപ്രീം കോടതിയുടെ വിധിയുടെ രത്നച്ചുരുക്കം? പി ആർ സുനിൽ. അരുൺ, ഛത്തീസ്ഗഡ് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ് റദ്ദാക്കിക്കൊണ്ടാണ് ഇപ്പോൾ സുപ്രീം കോടതി രണ്ടംഗ ബെഞ്ചിന്റെ ഈ നിരീക്ഷണം ഉണ്ടാകുന്നത്. ജസ്റ്റിസ് ബി വി നാഗരത്ന, ഉജ്ജാൽ ബുയം എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഇങ്ങനെയൊരു നിരീക്ഷണം നടത്തിയിരിക്കുന്നത്. ഛത്തീസ്ഗഡിലെ ഒരു അഭിഭാഷകനെതിരെയാണ് ഇത്തരമൊരു കേസ് നൽകിയത്. ഈ കേസിൽ പ്രധാനമായും ചൂണ്ടിക്കാണിച്ചിരുന്നത് വിവാഹ വാഗ്ദാനം നൽകി ബലാത്സംഗത്തിന് ഇരയാക്കി എന്നതായിരുന്നു. അഭിഭാഷക വിവാഹിതയായിരുന്നു. അപ്പോൾ വിവാഹിതയായ ഒരാൾ എങ്ങനെയാണ് തന്നെ ബലാത്സംഗം ചെയ്തു എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു പരാതി നൽകുക, കേസ് നൽകുക എന്നാണ് കോടതി ചൂണ്ടിക്കാണിച്ചത്. അത്തരം പരാതികൾ വിശ്വാസയോഗ്യമല്ല എന്നാണ് ഇപ്പോൾ സുപ്രീം കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. വിവാഹിതയായ ഒരാൾ തന്നെ ബലാത്സംഗത്തിനിരയാക്കി എന്ന തരത്തിൽ കേസുകൾ നൽകുന്നത് നിലനിൽക്കില്ല എന്ന നിരീക്ഷണം കൂടി സുപ്രീം കോടതി ഇപ്പോൾ നടത്തുകയാണ്. അങ്ങനെ ഛത്തീസ്ഗഡ് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ് ഇപ്പോൾ സുപ്രീം കോടതി റദ്ദാക്കിയിരിക്കുന്നു. ഇത്തരം കേസുകൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർ കൃത്യമായ പരിശോധന നടത്തണം എന്ന നിർദ്ദേശം ഇപ്പോൾ സുപ്രീം കോടതി നൽകുകയാണ്. ഓക്കെ, താങ്ക് യു. പി ആർ സുനിലാണ് വിവരങ്ങൾ നൽകിയത്. പി ആർ സുനിൽ, ഇത് രാഹുൽ മാങ്കൂട്ടത്തിലെ കേസുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇത് രാഹുൽ മാങ്കൂട്ടത്തിലെ കേസല്ല, ഇത് ഛത്തീസ്ഗഡുമായി ബന്ധപ്പെട്ട രജിസ്റ്റർ ചെയ്തൊരു കേസിലാണ് വന്നിരിക്കുന്നത്. മാത്രമല്ല, രാഹുൽ മാങ്കൂട്ടത്തിലെ കേസിൽ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നൊരു വകുപ്പില്ല. അതിനകത്ത് ഒന്ന്, കുഞ്ഞിനെ വേണമെന്ന് ആവശ്യപ്പെടുകയും പിന്നീട് നിർബന്ധിത ഗർഭഛിദ്രം നടത്തി അതുമായി ബന്ധപ്പെട്ട് പീഡിപ്പിച്ചു എന്നാണ് ഒരെണ്ണം. മറ്റൊന്ന് വിവാഹിതയല്ല ഒരു സ്ത്രീ, രണ്ടാമത്തെ കേസ്. മൂന്നാമത്തെ സ്ത്രീയെ ബലാത്സംഗം ചെയ്തു എന്നുള്ളതാണ്. അങ്ങനെയാണ് കേസുകൾ വന്നിരിക്കുന്നത്. ഇതിൽ വിവാഹ വാഗ്ദാനത്തിന്റെ കാര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന് കേസില്ല ആ അർത്ഥത്തിൽ. കാര്യം, രണ്ട് വിവാഹിതകളും ഒരു വിവാഹം ചെയ്യാത്ത പെൺകുട്ടിയുമാണ് ഇതുവരെ അതിജീവിതകളായിട്ട് നിൽക്കുന്നത്.